ഹൈ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്ലാം ഗോഡ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ എൻ്റെ കൃഷിയൊക്കെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു കേട്ടോ. ഞാൻ ഒടിച്ചുണ്ടാക്കുന്ന നാരങ്ങയുടെ അതാട്ടോ ഇതിൻ്റെ വലിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ് ഇതേപോലെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് അതായത് കോതി കൊടുക്കുന്ന പറയാം, ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെയാണ് ഈ പൂക്കൾ വരുന്നത്. 2 പൂവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിന് കുറച്ച് നാരങ്ങ ഞാൻ കാണിക്കാം. ഇതെൻ്റെ ബുഷ് ഓറഞ്ചിൻ്റെ കൈയാണ്. കണ്ടത് ഒരു മുളകിൻ്റെ കൈ കൂടി കേട്ടോ. ഒരു ബേസിലാണ് നടക്കുന്നത്. നമ്മൾ ബാത്റൂമിലേക്ക് വെക്കുന്ന ബേസിലെ ധാരാളം കായ്കളാണ് ഇതിന് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. എന്താ അടിഭാഗത്തൂടിയും എല്ലാ ഭാഗത്തുകൂടിയും ഇത് കണ്ടല്ലോ. ഇതിനൊക്കെ പരിചരണം ആവശ്യപ്പെടുന്നത് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇത് പറിച്ചെടുത്തപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നിയത്. അത്രയും കാര്യങ്ങൾ ഞാൻ പറിച്ചെടുത്തോ. ധാരാളം ഡ്രമ്മുകൾ ഉണ്ടാകണ്ടല്ലോ. അതിനുള്ള ഡ്രമ്മിൽ അതിൻ്റെ ഇടയിൽ കഴിച്ചത് റെഡ് ലേഡി പപ്പായ കേട്ടോ. ഈ മരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് എനിക്കറിയില്ല. ഇതാണ് മരമുന്തിരി പറയുന്ന മരം. ഇതൊക്കെ കായകളാവുന്നുള്ളൂ. അത്യാവശ്യം ഹൈറ്റുണ്ട്. ഇത് വേറെ പേരാണ്. ആദ്യം കണ്ട ജപ്പാൻ പേരാണ്. ഇത് വേറെ പേര് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയുന്നതാവും വൈറ്റ് ഞാവലാണ് കേട്ടോ. വൈറ്റ് കളറിലെ ഞാവലാണ്. പിന്നെ ഈ ഒരു തൈൻ്റെ പേര് ഓളോ ഷോപ്പിൽ നല്ലൊരു ബക്കറ്റിലാണ് നിൽക്കുന്നത്. ഇത് പ്ലാന്റല്ല, ഇത് ബറാബാണ്. ഇതൊക്കെ അറിയുന്നവരുണ്ടാവും ധാരാളം ആൾക്കാർ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിൽ കളിക്കും കേട്ടോ. പിന്നെ പലതരത്തിലുള്ള മൂച്ചകൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഒരു മുളപ്പിച്ച മൂച്ച കേട്ടോ. ഇത് വാങ്ങി വെച്ചിട്ടുള്ള മൂച്ചയാണ്. ഒരു മൂച്ചയുടെ ഹൈറ്റ് കൂടി പോയപ്പോൾ ഇതിന് താങ്ങാനുള്ളത് അപ്പോൾ ഒരു കമ്പൊക്കെ കൊടുത്താണ് നിർത്തിയിട്ടുള്ളത്. ഇതിന് പാവാണ് 150 രൂപ കമ്പ് വാങ്ങിച്ചിട്ടുള്ള പാവാണ്. ഇതുകൊണ്ടല്ലോ ധാരാളം കൈകളുണ്ട്. നമ്മുടെ സ്വീറ്റ് അമ്പഴാണ്. പല പ്രായത്തിലുള്ള പല തരത്തിലുള്ള പല തരമില്ല, പല വലിപ്പത്തിലുള്ള ആണല്ലോ. ഇത് നമ്മുടെ ബനാന സപ്പോർട്ട് കേട്ടോ. ഇത് തന്നെ പൂക്കളായിട്ടുണ്ട് ചെറുതായിട്ട്. ഇതൊക്കെ പ്രായമാവുന്ന 1 വർഷമായിട്ടുള്ളൂ. എല്ലാം വെച്ചിട്ട് 1 വർഷമായിട്ടുണ്ട്. മുന്തിരിവള്ളിയാണ്. പിന്നെ നാടൻ ചാമ്പയാണ്. പിന്നെ നാടൻ പേരക്ക. ഒരു ബക്കറ്റിലൊക്കെ ഉണ്ടോ. പിന്നെ ഇതിൻ്റെ പേര് ഇതൊരു വൈൻ തക്കാളി എന്നാണ് പറയാം. വൈൻ ഉണ്ടാക്കുന്ന സൈസ് തക്കാളിയാണ്. ഇവിടെ ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. അങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് കുറേയായിട്ട് ഇതൊന്നും ചെയ്യാറില്ല. ഇതിൻ്റെ പുറത്താണ് കോവലിൻ്റെ വള്ളി കേട്ടോ. കോവലിൻ്റെ വള്ളി അതിൻ്റെ കൂടെ വേറൊരു വള്ളി കൂടെ പോകുന്നുണ്ട്. ആ വള്ളിയുടെ പേര് ഗ്യാക് ഫ്രൂട്ടാണ്. പക്ഷേ ഇത് ഇതുവരെ കാച്ചിട്ടില്ല കേട്ടോ. ഇത് മഞ്ഞ കളറിലെ റംബൂട്ടാനാണ്. അതല്ലോ ആദ്യം ഞാൻ കാണിച്ചത് പച്ച കളറാണ്. ഇത് മഞ്ഞ തട്ടാൻ അവർ തന്നിട്ടുള്ളത് ഉണ്ടാവുന്നേ ഉള്ളൂ. തരത്തിലുള്ള വെറൈറ്റി മുതലുള്ള തൈകളാണ് ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് മാറ്റി നടാനുള്ളതാണ് കേട്ടോ. ചെറിയ തൈയിൽ നിറയെ കായകളുണ്ടായിരുന്നു. ചെറിയ തൈയാണ്. ഇത് വെച്ചിട്ട് 3 വർഷമായിട്ടുണ്ട്. പക്ഷേ അതിനൊരു തൈന് വളർച്ചല്ല. എല്ലാ സമയത്തും കായകളുണ്ടാവും. ഈ അവിടെ നമുക്ക് 17 ചക്കയോളം കിട്ടി. അതിലിപ്പോൾ ഒരു ചെറിയ ചക്ക മാത്രമേ ബാലൻസ് ബാക്കിയൊക്കെ നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തു. നമ്മൾ ധാരാളം പുഴുക്കും പഴുപ്പൊക്കെ ആയിട്ട് ഒരുപാട് കഴിച്ചിട്ടോ. പിന്നെ ഞാൻ സീസൺ ഈ അല്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കഴിച്ചാൽ അത്രയും വലുപ്പത്തിലുണ്ടായിട്ടുള്ളത്. ഇതിന് നമുക്ക് ഒരു സമയത്ത് ഒരു ഭാഗം എടുത്തിട്ടുള്ളൂ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പുള്ളിയുള്ള നാരങ്ങ നല്ല ടേസ്റ്റ് കേട്ടോ. അത് ആദ്യം കാണിച്ച ഒച്ച കുത്തി ഉണ്ടാക്കുന്ന നാരങ്ങയുടെ ആ ഒരു കട്ടാണ്, കട്ടിയുടെ ഭക്ഷണം കേട്ടോ. പിന്നെ നമുക്ക് ചമ്മന്തി വെക്കാൻ വേണ്ടി മുളകും കാര്യങ്ങളൊക്കെ ഞാൻ